നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു കടലക്കറിയാണ്. ഇത് ചപ്പാത്തി, അപ്പം, ദോശ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് പ്രഷർ കുക്കറിനകത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. നല്ലതുപോലെ ചൂടായി വന്നിട്ടുള്ള പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ചൂടായ എണ്ണയിലോട്ടേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഒന്നോ രണ്ടെണ്ണോ വെച്ച് മാത്രം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ റെഡിയായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് മീഡിയം സൈസായിട്ടുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ചെറുതായിട്ട് കളറ് മാറി ഗോൾഡൻ കളറാകുന്നത് വരെ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. നമ്മളിതിൽ മുളക് പൊടി കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്കിതിലോട്ടേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് സവാളയൊക്കെയായിട്ട് നല്ലതുപോലെ എണ്ണയിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വളരെ കുറഞ്ഞൊരു അളവിൽ ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ളതാണ് 1/4 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടിയുടെ പച്ചമണം മാറി വരുന്ന രീതിയിൽ 1-2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന കടലയാണ് ഞാനൊരു 5 മണിക്കൂറിനടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ കടല വെള്ളത്തിൽ കുതിർത്തി ഒരു 5 മണിക്കൂറിന് ശേഷം നമുക്കിതുപോലെ കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കടല ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പ്രഷർ കുക്കർ അടച്ചു വെച്ച് 3 തുടങ്ങി 4 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലടിച്ചതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നമുക്കിത് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തയ്യാറായി വന്നിട്ടുണ്ട്. കറി നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ്സിനടുത്ത് നല്ല ചൂടുള്ള വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടി കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതും ഹോട്ടലിനൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.